വെടിനിർത്തൽ കരാറിനിടെ പുതിയൊരു ഭീഷണി നേരിടുകയാണ് ഗസ മുനമ്പ്. പ്രദേശത്ത് ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ജീവനാണ് കവർന്നുകൊണ്ടിരിക്കുന്നത്. അതിശൈത്യം നേരിടുന്ന പലസ്തീനിൽ ടെന്റുകളും മൊബൈൽ ഫോമുകളും സജ്ജീകരിക്കുന്നതിന് ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആ ഭീഷണി. കഴിഞ്ഞ ദിവസം ഒറ്റ രാത്രിയിൽ 6 കുരുന്നു ജീവനാണ് തണുപ്പിനെ അതിജീവിക്കാനാവാതെ വിട പറഞ്ഞത്. കൂടാരത്തിലേക്ക് കാറ്റടിച്ചു കയറി അവളെ ഞാൻ കമ്പിളിയിൽ പൊതിഞ്ഞു വെച്ചു. മുതിർന്നവരായ ഞങ്ങൾക്ക് പോലും തണുപ്പ് സഹിക്കാനാവുന്നില്ല. രാത്രി 3 തവണ കുഞ്ഞുറക്കം ഞെട്ടിക്കരഞ്ഞു. രാവിലെ അവൾ ഉണർന്നില്ല. അഭയാർത്ഥികൾക്കിടയിൽ തണുപ്പേറ്റ് മരിച്ച കുഞ്ഞ് സിലയുടെ പിതാവ് മഹ്മൂദ് അൽ ഹസിയുടെ വാക്കുകളാണിത്. തണുപ്പ് കൂടുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയാണ് കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായത്. തണുപ്പിനെ എതിർക്കാനായി മതിയായ സജ്ജീകരണങ്ങൾ ഉണ്ടാകാതെ വരുമ്പോഴാണ് ഹൈപ്പോതെർമിയ ഉണ്ടാകുന്നത്. കുട്ടിയുടെ തല തണുത്ത് ഐസ് കട്ട പോലെയായിരുന്നുവെന്നും ചൂട് നൽകാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്നും മറ്റൊരു കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ടെന്റുകളും മൊബൈൽ ഹോമുകളും സജ്ജീകരിക്കാൻ അനുവദിക്കാതെ കൊടും ക്രൂരതയാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരിച്ചവരിൽ 3 കുഞ്ഞുങ്ങൾ നവജാത ശിശുക്കളാണ്. ജനിച്ച് 2 ദിവസത്തിനുള്ളിലാണ് മരണമെന്ന് ഫ്രണ്ട്സ് ഓഫ് ദ പേഷ്യൻസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സയ്യിദ് സ്വലാഖ് പറഞ്ഞു. ഖാൻ യൂനിസിലെ മവാസിയ അഭയാർത്ഥി ക്യാമ്പിൽ 60 ദിവസം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. മൊബൈൽ ഹോമുകൾ സജ്ജീകരിക്കാനായാൽ താൽക്കാലികമായെങ്കിലും കൊടും ശൈത്യത്തിൽ ചെറിയ ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗസക്കാർ. ഗസയിൽ നേരത്തെ ടെന്റുകളിൽ താമസിക്കാൻ അനുമതിയുണ്ടായിരുന്നു. അതാണിപ്പോൾ തടഞ്ഞിരിക്കുന്നത്. അടച്ചുറപ്പില്ലാത്ത ഇത്തരം സ്ഥലങ്ങളിൽ പുതപ്പ് പോലുമില്ലാതെയാണ് ആളുകൾ കഴിച്ചുകൂട്ടുന്നത്. രാത്രിയിൽ താപനില പതിവായി 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുന്നത് അപകട സാധ്യതയും കൂട്ടുന്നു. ദിവസവും 5 മുതൽ 6 വരെ കുഞ്ഞുങ്ങളുടെ ഹൈപ്പോതെർമിയ കേസുകളാണ് ആശുപത്രിയിൽ എത്തുന്നത്. ഗസയിലെ ആശുപത്രികളിൽ പലതും ഭാഗികമായി മാത്രം പ്രവർത്തിക്കുന്നതും വെല്ലുവിളിയാകുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ പലസ്തീൻ ജനത അനുഭവിച്ച ജീവനഷ്ടത്തിനും ധനനഷ്ടങ്ങൾക്കും ദുരന്തങ്ങൾക്കും ശേഷമാണ് ഈ ദുരന്തം കൂടി പേറുന്നത്. മുനമ്പിലുടനീളം യുദ്ധാവശിഷ്ട മാലിന്യങ്ങൾ കുന്നുകൂടി പ്രദേശത്തിന്റെ ഭൂപ്രകൃതി തന്നെ മാറിപ്പോയിരിക്കുന്നു. ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളുടെ പർവ്വതങ്ങൾ അവശേഷിച്ച ജനങ്ങളുടെ ആരോഗ്യത്തിനും ആ പ്രദേശത്തിന്റെ പരിസ്ഥിതിക്കും ഗുരുതരമായ ആഘാതമേൽപ്പിക്കുന്നുണ്ട്. പലരും താമസിക്കുന്നത് ഇത്തരം കൂമ്പാരങ്ങളിലാണ്. ബോംബിന്റെയും മിസൈലുകളുടെയും മറ്റും ലോഹാവശിഷ്ടങ്ങളും ചപ്പുചവറുകളും പരിസരമെങ്ങും ദുർഗന്ധം പരത്തുകയാണ്. ഗസ നിവാസികളാണ് ഇതിന്റെ ദുരന്തം പേറുന്നത്.